നമസ്കാരം. മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. 2025 യൂട്യൂബിലൂടെ ഞങ്ങൾ ഇടുന്ന 4ാമത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ്. ആദ്യത്തെ 3 ക്ലാസ്സുകൾ കാണാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ 3 ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ 4ാമത്തെ ക്ലാസ് കാണുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് പരീക്ഷകൾക്ക് തൊട്ടടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കുറച്ച് പുസ്തകങ്ങളാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അവസാനത്തെ നോവലിൻ്റെ പേരെന്ത്? നോവലിൻ്റെ പേരാണ് അണ്ടിൽ ഓഗസ്റ്റ്. കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു 4 പുസ്തകങ്ങൾ കൂടി പരിചയപ്പെടുത്താം. ആളിൻ്റെ പേര് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. അടുത്ത് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് അണ്ടിൽ ആഗസ്റ്റ്. ബുക്കുകളുടെ പേരുകൾ 100 Years of Solitude, ഒന്നാമത്തെ ബുക്ക്. ഓക്കെ. രണ്ടാമത്തെ ബുക്ക് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, കോളറക്കാലത്തെ പ്രണയം, പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പുസ്തകമാണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, അടുത്ത പുസ്തകം. ഇൻ എവിൾ അവർ, ഇതാണ് 4ാമത്തെ പുസ്തകം. 5 പുസ്തകങ്ങളാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയത്. അവസാനത്തെ നോവലെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അണ്ടിൽ ഓഗസ്റ്റ് ആണ്. അടുത്ത മറ്റ് പുസ്തകങ്ങളുടെ പേരുകൾ ഉറപ്പായി നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഒന്നും കൂടെ വായിച്ചു തരാം. 100 Years of Solitude, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, ഇൻ എവിൾ അവർ. കൃത്യമായിട്ട് വരുന്ന പരീക്ഷകൾക്ക് നമുക്കിതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്തത്, ഞാൻ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും ഒരുപാട് സമ്മേളനങ്ങൾ, വേദികൾ എന്നിവ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഉറപ്പായിട്ട് കറണ്ട് അഫയേഴ്സ് എഴുതുമ്പോൾ ഈ വേദികളും സമ്മേളനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ എഴുതി വെച്ച് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് 19ാമത് ചേരിചേരാ സമ്മേളനം, നാം വേദി എവിടെ നിന്നാണ് പഠിക്കുന്നത്. അത് 2024 വേദി ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ്. പോയിന്റ് കൃത്യമായിട്ട് എഴുതുക. 19ാമത് ചേരിചേരാ സമ്മേളനത്തിൻ്റെ വേദിയായിരുന്നു ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലെ. ഇനി നാമിൻ്റെ പൂർണ്ണ രൂപം പഠിച്ചു വയ്ക്കണം. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന 2 GK ചോദ്യങ്ങൾ നാമുമായി ബന്ധപ്പെട്ട് പറയാം. ഇവിടെ ഓർത്തിരിക്കേണ്ട വർഷങ്ങളാണ് 1955 1961. 55 ബാന്തൂങ്ങിലാണ് നാമിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട രൂപീകരണ സമ്മേളനം നടന്നത്. എന്നാൽ നാമിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1961 ബെൽഗ്രേഡിലാണ്. ഇങ്ങനെ തന്നെ പഠിക്കുക. നമ്മളിപ്പോൾ പഠിച്ചത് 19ാമത് നാം കഴിഞ്ഞു പോയി. 2024 അത് ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ്. നാമിൻ്റെ പൂർണ്ണ രൂപം നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. നാമിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനം 1955 ബാന്തൂങ്. 2 പേര് ഒരേപോലെ ഇരിക്കും, ബാന്തൂങ്ങും ബെൽഗ്രേഡും. അടുത്ത 61 ആദ്യ സമ്മേളനം നടക്കുന്നത്. അതെവിടെയാണ്? ബെൽഗ്രേഡിലാണ്. ഇനി പഠിക്കാനുള്ളത് 19ാമത് നാമിൻ്റെ തീം എന്തായിരുന്നു? ഡീപ്പനിങ് കോഓപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ അഫ്ലുവൻസ് എന്നതായിരുന്നു. കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. 19ാമത് നാം നടന്നു 2024 ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിൽ. 55 61, 55 ബാന്തൂങ്, 61 ബെൽഗ്രേഡ്. 19ാമത്തെ തീം ഡീപ്പനിങ് കോഓപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ അഫ്ലുവൻസ് എന്നതാണ്. കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇനി അടുത്ത പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് ബ്രിക്സ് സമ്മേളനം. ഓക്കെ. 16ാമത് ബ്രിക്സ് 2024 കഴിഞ്ഞത് റഷ്യയിലെ കസാനിലാണ്. പേരെഴുതി വയ്ക്കുക. 16ാമത് ബ്രിക്സ് 2024 നടന്നത് റഷ്യയിലെ കസാനിലാണ്. ഇതിന് ഒന്നുകൂടെ പുറകിൽ 15ാമത് ബ്രിക്സിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു. ഇനി 17ാമത്തെ വേദി 2025 ബ്രസീലിലാണ്. ബ്രിക്സിനകത്തുള്ള രാജ്യങ്ങളുടെ പേരുകൾ ഞാൻ ഒന്നും കൂടെ പറയാം. B ബ്രസീൽ, R റഷ്യ, I ഇന്ത്യ, C ചൈന, S സൗത്ത് ആഫ്രിക്ക എന്നിങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ പേരുകളൊന്നും ഓർത്ത് വയ്ക്കാൻ കഴിയും. 2023, 23, 24, 25. 23 ദക്ഷിണാഫ്രിക്ക, 24 കഴിഞ്ഞ കൊല്ലം റഷ്യയിലെ കസാൻ. ഇത് പരീക്ഷകൾക്ക് ഒരുപാട് ചോദിച്ചു കഴിഞ്ഞു. അടുത്ത 25 ഈ കൊല്ലം നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്, ബ്രിക്സിൻ്റെ സബ്മിറ്റ്. ഇനി ബ്രിക്സിനകത്ത് കുറച്ച് അധിക പോയിന്റുകൾ പഠിക്കാനുള്ളത്. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച മറ്റ് രാജ്യങ്ങളുടെ 6 രാജ്യങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കണം. ഞാൻ ആദ്യം ഇപ്പോൾ നിലവിൽ ബ്രിക്സിലെ രാജ്യങ്ങൾ പറഞ്ഞിരുന്നു. പുതുതായിട്ട് വന്ന രാജ്യങ്ങളുടെ പേര് ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE.
ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കണം. താഴെ പറഞ്ഞവരിൽ ബ്രിക്സിൽ അംഗമല്ലാത്ത രാജ്യം എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് വരാത്ത രാജ്യം ചോദിക്കാം. അപ്പോൾ ബ്രിക്സിൽ 2024 ജനുവരിയിൽ പുതുതായി വന്ന രാജ്യങ്ങളുടെ പേര് നിങ്ങൾ ഉറപ്പായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇനി വരാനുള്ളത് ഡിഗ്രി ലെവൽ പരീക്ഷകളാണ്. സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷ വരാനുണ്ട്, പിന്നെ വരാനുള്ള യൂണിഫോം പരീക്ഷകളൊക്കെയാണ് വരാനുള്ളത്. അപ്പോൾ നല്ല നിലവാരമുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ പോയിന്റുകൾ എഴുതിയെടുത്ത് ആവർത്തിച്ച് വായിച്ച് വയ്ക്കണം, എപ്പോഴും പറയുന്നതാണ്. അടുത്തത് G20 സമ്മിറ്റ്. G20 2024 ബ്രസീൽ, 25 ദക്ഷിണാഫ്രിക്ക. G20 24 ബ്രസീൽ, 25 ദക്ഷിണാഫ്രിക്ക. ഓക്കെ. അടുത്തത് അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിച്ചത് എന്നാണ്. അന്താരാഷ്ട്ര ഒട്ടക വർഷം 2024 ആയിരുന്നു എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസി ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ അത് കുവൈറ്റ് ദിനാർ. പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. ലോകത്തെ ഏറ്റവും നിലവിൽ മൂല്യമുള്ള കറൻസി കുവൈറ്റ് ദിനാറാണ്. അടുത്ത 2 പേരുകളെ നിങ്ങൾ നോട്ട്ബുക്കിൽ ഉറപ്പായിട്ട് എഴുതണം. ഇത്രയും സമയം കേട്ടിരുന്നാൽ പോലും ഇത് എഴുതി വയ്ക്കണം. ഇത് 2024 2 അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട 2 പേരുകളാണ് പറയുന്നത്. ഒന്ന് മൗണ്ട് ലെവോടോബിലാക്കി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് 2024 പൊട്ടിത്തെറിച്ചത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇന്തോനേഷ്യയാണ്. പേരൊന്ന് എഴുതി വയ്ക്കണം. മൗണ്ട് ലെവോടോബിലാക്കി അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ രാജ്യമാണ് ഇന്തോനേഷ്യ 2024. അടുത്തത് റെയ്ക്യാനസ്, ഐസ്ലൻഡിലുള്ള ഒരു പ്രദേശമാണ് റെയ്ക്യാനസ്. ആ പ്രദേശത്ത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി 2024. ഈ റെയ്ക്യാനസ് എന്ന് പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ പ്രദേശം ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ അത് ഐസ്ലൻഡിലാണ്. അപ്പോൾ ഞാൻ ഐസ്ലൻഡിൽ ഒരു പേര് പറഞ്ഞു, ഇന്തോനേഷ്യയിൽ മറ്റൊരു പേര് പറഞ്ഞു. ഇത് രണ്ടും അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. മൗണ്ട് ലെവോടോബിലാക്കി ഇന്തോനേഷ്യയിലാണ്. റെയ്ക്യാനസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി, അത് ഐസ്ലൻഡിലാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ ആ സമയത്തൊക്കെ കണ്ടിട്ടുണ്ടാകും. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏത്? അത് ഇൻസ്റ്റഗ്രാമാണ്. ലോകത്തെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പാണ് ഇൻസ്റ്റഗ്രാം. അത് ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഗ്രോക്ക് 3. നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന മേഖലയിലൊക്കെ ഡിഗ്രി ലെവലിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഗ്രോക്ക് 3. ഓക്കെ. അടുത്ത ചോദ്യം വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ്. ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി പരീക്ഷകൾക്ക് ചോദിച്ചതാണ് ന്യൂറാലിങ്ക്. ന്യൂറാലിങ്കിൻ്റെ പ്രത്യേകത ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. എന്താണ്? ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഓക്കെ. അടുത്ത മറ്റൊരു ചോദ്യം, ഫ്ലോറിഡയിലെ മയായിൽ നിന്ന് കന്യയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിൻ്റെ പേര് ഐക്കൺ ഓഫ് ദ സീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിൻ്റെ പേരാണ് ഐക്കൺ ഓഫ് ദ സീസ്. ഈ ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയ വ്യക്തിയാണ് ലയണൽ മെസ്സി. ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയ വ്യക്തിയാണ് ലയണൽ മെസ്സി. അടുത്ത ചോദ്യം മറ്റൊരു ഏറ്റവും സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യം. ഇത് ഉറപ്പായും നിങ്ങളുടെ ബുക്കിൽ എഴുതണം. സ്വീഡനാണ്. നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യമാണ് സ്വീഡൻ. നാറ്റോയുടെ പൂർണ്ണ രൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ പൂർണ്ണ രൂപം. 1949 ഏപ്രിൽ 4 നാറ്റോ നിലവിൽ വരുന്നത്. നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യം സ്വീഡൻ. നാറ്റോയുടെ പൂർണ്ണ രൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോ 1949 ഏപ്രിൽ 4 നിലവിൽ വന്നു. ഓക്കെ. ഇനി അടുത്ത കുറച്ച് തീമുകളാണ് പരിചയപ്പെടുന്നത്, ഉറപ്പായിട്ട് പഠിക്കണം. 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 അപ്പോൾ 2024 പ്രമേയത്തിൻ്റെ പേര് യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ്. യെസ് വി ക്യാൻ എൻഡ് TB. 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ എൻഡ് TB. മാർച്ച് 24 ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. ഓക്കെ. അടുത്ത 2024 കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ. ഈ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി 30. 2024 25 പറയുകയാണ് 24 ബീറ്റ് ലെപ്രസി. ഓക്കെ. 2025 യുണൈറ്റ് ആക്ട് എലിമിനേറ്റ് എന്നതാണ്.
അപ്പോൾ 2024-ലെയും 25-ലെയും കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനത്തിൻ്റെ പ്രമേയങ്ങൾ പറഞ്ഞു. കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി 30 2024-ലെ പ്രമേയം ബീറ്റ് ലെപ്രസി എന്നാണ്. 2025-ലെ പ്രമേയം യുണൈറ്റ് ആക്ട് എലിമിനേറ്റ് എന്നിങ്ങനെയാണ്. കൃത്യമായിട്ട് ഇതൊന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. ഉറപ്പായിട്ട് നമുക്ക് ആ പരീക്ഷാ സമയത്തൊന്നും കൂടെ വായിക്കുമ്പോൾ നമുക്ക് പരീക്ഷകളിൽ ഉറപ്പായിട്ടും ശരിയുത്തരം കിട്ടുന്നതാണ്. അടുത്തൊരു ചോദ്യം, ഭൂമിക്ക് പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് യൂറോപ്പ ക്ലിപ്പർ. ഓക്കെ, യൂറോപ്പ ക്ലിപ്പർ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തിലേക്കാണ് വിക്ഷേപിച്ചത്? വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക്. അപ്പോൾ യൂറോപ്പ എന്നത് വ്യാഴത്തിന്റെ ഒരു ഉപഗ്രഹമാണെന്ന് പഠിച്ചു വയ്ക്കുക. ഈ ചോദ്യം ഒന്നും കൂടെ ആവർത്തിച്ച് വായിക്കുകയാണ്, വീണ്ടും ഒന്നും കൂടെ സമാധാനത്തിൽ കേട്ടിരിക്കണം. ഭൂമിക്ക് പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് യൂറോപ്പ ക്ലിപ്പർ. അടുത്ത ചോദ്യം, 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം. UN കാലാവസ്ഥ ഉച്ചകോടി COP30 എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ സ്ഥലമാണ് ബ്രസീൽ. UN കാലാവസ്ഥ ഉച്ചകോടി 2025 വേദി ബ്രസീൽ. അടുത്തത് എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സന്തോഷ സൂചികയുമായി ബന്ധപ്പെട്ട ചോദ്യം. 2024 ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം ഏത് രാജ്യത്തിന്? അത് ഫിൻലൻഡാണ്. 2024 ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം ഫിൻലൻഡ്. അടുത്തത് ഡെൻമാർക്ക്, ഐസ്ലൻഡ്, സ്വീഡൻ. അങ്ങനെയാണ് മറ്റ് സ്ഥാനങ്ങൾ. ഡെൻമാർക്ക്, ഐസ്ലൻഡ്, സ്വീഡൻ. 2, 3, 4 എന്ന് പഠിക്കുക. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2024 ലോക സന്തോഷ സൂചികയുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴും 1-ാം സ്ഥാനം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫിൻലാൻഡ് തന്നെ, അവിടെ ഒരു മാറ്റമില്ല. 2-ാം സ്ഥാനം ഡെൻമാർക്ക്, 3-ാം സ്ഥാനം ഐസ്ലൻഡ്, 4-ാം സ്ഥാനം സ്വീഡൻ. ഇന്ത്യക്ക് അതിൽ സ്ഥാനം 126 2024 സന്തോഷ സൂചിക. അവസാനത്തെ സ്ഥാനം 143-ാമത്തെ സ്ഥാനം ആർക്കാണ്? അത് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അടുത്തത് ഏറ്റവും അധികം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ അടുത്ത് നമ്മെ വിട്ട് പിരിഞ്ഞ വ്യക്തിയാണ് MD വാസുദേവൻ നായർ. MD കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. MD മുഴുവൻ പേരാദ്യം നമുക്ക് പഠിക്കണം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. MD മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അദ്ദേഹം ജനിക്കുന്നത് 1933 ജൂലൈ 15. 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് MD കുറിച്ചാണ്. MDയുടെ പൂർണ്ണരൂപം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. 1933 ജൂലൈ 15 കൂടല്ലൂരിൽ പാലക്കാട് ജില്ലയിൽ ജനിക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടത് 2024 ഡിസംബർ 25 മറന്നുപോയി. ഡിസംബർ 25. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. കൂടല്ലൂരിൻ്റെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ എന്നിങ്ങനെയൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ പുറത്തിറക്കിയ ആദ്യ കഥാസമാഹാരത്തിൻ്റെ പേരാണ് രക്തം പുരണ്ട മൺതരികൾ. ഓക്കെ, ഒന്നും കൂടെ എഴുതി വയ്ക്കണം. രക്തം പുരണ്ട മൺതരികൾ. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ MD പുറത്തിറക്കിയ ആദ്യ കഥാസമാഹാരത്തിൻ്റെ പേരാണ് രക്തം പുരണ്ട മൺതരികൾ. അടുത്തത് 1954 ലോക ചെറുകഥാ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിക്കൊടുത്ത കൃതിയുടെ പേര് വളർത്തുമൃഗങ്ങൾ. ഇതെല്ലാം MDയുടെ കൃതികളാണെന്ന് കൂടെ പഠിച്ചു വയ്ക്കുക. 1954 ലോക ചെറുകഥാ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിക്കൊടുത്ത രചനയുടെ പേരാണ് വളർത്തുമൃഗങ്ങൾ. MDയുടെ ആദ്യ നോവൽ ചോദിച്ചാൽ നോവലിൻ്റെ പേര് പാതിരാവും പകൽ വെളിച്ചവും. MDയുടെ ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. ഓക്കെ, അടുത്തത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. ഇതെല്ലാം ബുക്കുകളുടെ പേരും അതിന് കിട്ടിയ പുരസ്കാരങ്ങളുമാണ് പറയുന്നത്. സാധ്യത ഉള്ള ചോദ്യങ്ങളാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം MDക്ക് നേടിക്കൊടുത്ത കൃതിയാണ് നാലുകെട്ട്. ഓക്കെ, അടുത്തത് MDയുടെ ആദ്യത്തെ സിനിമാ തിരക്കഥ. MD എഴുതിയ നോവല് സിനിമാ തിരക്കഥയായിട്ട് മാറുന്നത് മുറപ്പെണ്ണിലൂടെയാണ്. ആദ്യ സിനിമാ തിരക്കഥ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? മുറപ്പെണ്ണ്. ഓക്കെ, മികച്ച തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം എത്ര തവണ MDക്ക് ലഭിച്ചിട്ടുണ്ട്? ഉത്തരം 4 തവണയാണ്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കാലം. MDക്ക് 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ആ നേടിക്കൊടുത്ത കൃതിയുടെ പേര് കാലം. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് പ്രത്യേകം ഓർത്തു വയ്ക്കുക എത്ര തവണയാണ്? 4 തവണയാണ്. ഓക്കെ, അടുത്തത് 1973 മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമയാണ് നിർമ്മാല്യം. നിർമ്മാല്യത്തിൻ്റെ സംവിധായകൻ MD ആണ്.
1973 മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമ ഏത്? അത് നിർമാല്യമാണ്. അത് സംവിധാനം ചെയ്തത് MD ആയിരുന്നു. ഇനി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, NB മുഹമ്മദുമായി ചേർന്നെഴുതിയ MDയുടെ നോവലാണ് അറബിപ്പൊന്ന്. അറബിപ്പൊന്ന് എന്ന നോവല് NB മുഹമ്മദുമായി ചേർന്നെഴുതിയ നോവലാണെന്ന് പ്രത്യേകം ഓർക്കുക. 1984 MDക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാം ഊഴം. 1984 വയലാർ അവാർഡ് നേടിക്കൊടുത്തത് രണ്ടാം ഊഴമാണ്. 1995 MDക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അനവധി തവണ PS ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് MDക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 1995. JC ഡാനിയൽ പുരസ്കാരം MDക്ക് കിട്ടുന്നത് 2013. ഈ വർഷങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു പേജ് എടുത്ത് MD വാസുദേവൻ നായർ എഴുതി പുരസ്കാരങ്ങൾ ഒരു സൈഡിൽ കൃത്യമായി എഴുതി വെച്ച് ആവർത്തിച്ച് വായിക്കുക. JC ഡാനിയൽ പുരസ്കാരം 2013. ഇനി ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യമാണ്, പത്മവിഭൂഷൺ MDക്ക് ലഭിച്ചത്. പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച വർഷം 2025 നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. MDക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2011 MDക്ക് എഴുത്തച്ഛൻ പുരസ്കാരം 2011. കേരള സർക്കാരിൻ്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം MDക്ക് ലഭിച്ചു 2022. ഓക്കെ, ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് അവസാനിക്കുകയാണ്. കൃത്യമായിട്ട് പോയിന്റുകൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം.